നോക്കൂ, കേരളത്തിലെ സോഷ്യൽ മീഡിയക്കകത്ത് ഏറ്റവും കൂടുതൽ വർഗീയം സംസാരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ വ്യക്തമായ ഒരു ഉത്തരവുണ്ട്. അത് സംഘപരിവാറുകാരാണ്. എന്തുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ളതാണ് അതിനുത്തരം. അതായത് അങ്ങനെ പച്ചക്ക് വർഗീയം പറഞ്ഞെങ്കിലല്ലാതെ അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് പോവുകയില്ല. അതാണ് സോഷ്യൽ മീഡിയക്കകത്ത് അവർ ചെയ്യുന്നുള്ളത്. അതിനുവേണ്ടി അവർ ഏത് രീതിയിലുള്ള ശ്രമവും നടത്തും. അതുമാത്രമല്ല, ശബരിമല വിഷയത്തിൽ ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളുമായി അവർ ജനങ്ങളെ സമീപിച്ചില്ലേ? അന്ന് എന്താണ് സംഭവിച്ചത്? ജനങ്ങൾ ഇത്തരം നാടകങ്ങളെ പൊളിച്ചടുക്കി സംഘപരിവാറിൻ്റെ കയ്യിൽ കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ സംഘപരിവാർ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ സംഘപരിവാറിൻ്റെ നീക്കങ്ങളാണ്. ഈ നീക്കങ്ങൾ കേരളത്തിൽ നടത്തുക എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് ഉത്തരേന്ത്യയിലെ സംഘപരിവാറുകാർ സോഷ്യൽ മീഡിയക്കകത്ത് വ്യാപകമായിട്ടുള്ള വർഗീയ പ്രചരണങ്ങൾ അഴിച്ചുവിടും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ചിലർ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് വർഗീയ കലാപങ്ങളിലേക്ക് കടന്നു പോകുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ശ്രമമാണ് കേരളത്തിൽ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ ഇവർ നിരവധി പോസ്റ്റുകൾ നിക്ഷേപിക്കും. ഇത്തരം പോസ്റ്റുകളുടെ ലക്ഷ്യം മലയാളികൾ മനസ്സിലാക്കി പൊളിച്ചടുക്കി ഇവരുടെ കയ്യിൽ കൊടുക്കാറാണ് പതിവ് രീതി. കേരളത്തിൻ്റെ മതേതരത്വത്തിന് ഒരു വിള്ളൽ പോലും ഏൽപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുകയുമില്ല. അത് ഇവർക്ക് തന്നെ മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് വ്യാജ ഐഡികളിൽ കടന്നു വന്നുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് സംഘപരിവാർ പ്രവർത്തകരായിട്ടുള്ള ചില ആളുകൾ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഷയമെന്ന് പറയുന്നത് ഒരു പോസ്റ്റിന് താഴെ രണ്ടുപേരിട്ട കമൻറ്റുകളാണ്. ആശിഷ് തലശ്ശേരി എന്ന FB ഐഡിയിൽ നിന്നും മനോജ് കുമാർ എന്ന FB ഐഡിയിൽ നിന്നും വന്ന 2 കമൻറ്റുകൾ. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് പച്ചയായി വർഗീയം പറയുന്ന 2 കമൻറ്റുകളായതുകൊണ്ടാണ്. ഒരു കമൻറ്റിൽ കേരളീയരെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് കാസർകോട്ടുകാരെ കുറിച്ചാണ്. കാസർകോട്ടിൽ എന്നെ ഒന്ന് വലവീശിക്കഴിഞ്ഞാൽ നിരവധി തീവ്രവാദികളെ ലഭിക്കുമെന്നാണ് ആശിഷ് തലശ്ശേരി എന്ന FB ഐഡിയിൽ നിന്നും കമൻറ്റ് വന്നിട്ടുള്ളത്. എന്നാൽ ആശിഷ് തലശ്ശേരിയെ ഉദ്ധരിച്ചുകൊണ്ട് മനോജ് കുമാർ ഒരു മറുപടി നൽകുന്നുണ്ട്. ആ മറുപടിയായി നൽകുന്ന കമൻറ്റിൽ പറയുന്നത് കാസർകോട്ടുകാർ ദുബൈയിൽ വലിയ കൃഷി ഇറക്കിയിരിക്കുകയാണ്. ആ കൃഷിയിൽ നിന്നും കിട്ടുന്ന പണം ഉപയോഗിച്ച് അവർ കാസർഗോഡ് മൊത്തമായി ബിസിനസ് ചെയ്യുകയാണ്. അതായത് 90% ഇവിടെ ബിസിനസ് ചെയ്യുന്നത് കാസർകോട്ടുകാർ എന്നാണ് ആ കമൻറ്റ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നേരിടേണ്ട വഴി എന്ന് പറയുന്നത് ഗുജറാത്ത് മോഡൽ ഒരു കലാപം കാസർഗോഡിൽ അഴിച്ചിട്ടാൽ മാത്രമേ ഇവരെ നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനോജ് കുമാർ എന്ന FB ഐഡിയിൽ നിന്ന് വന്ന കമൻറ്റ് വെളിപ്പെടുത്തുന്നുള്ളത്. അതുപയോഗിച്ച് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി. എവിടെ നിന്നാണ് ഈ കമൻറ്റുകൾ വന്നിട്ടുള്ളത്? ആഷിഷ് തലശ്ശേരി എന്ന ID ഉണ്ടെങ്കിലും മനോജ് കുമാർ എന്ന ID പിന്നീട് ഡിലീറ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ലക്ഷ്യം കേരളത്തിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും ഇത്തരത്തിലുള്ള കമൻറ്റുകളും ഇട്ടുകൊണ്ട് കേരളത്തിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് കേരളത്തിൽ സംഘപരിവാർ നടത്തുന്നുള്ളത്. എന്നാൽ മതേതരത്വ കേരളത്തിൽ ഇതൊന്നും വില പോവില്ല എന്ന കാര്യം ഇവർ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.